നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ എത്ര പേര് ഒളിമ്പിക്സിന്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അതായത് ഒളിമ്പിക്സ് എന്നാണ് തുടങ്ങിയത്, എവിടെ വെച്ചാണ് തുടങ്ങിയത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ രസകരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ഒളിമ്പിക്സ് തുടങ്ങുന്നത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 776 BC-യിലാണ്. അത് ഗ്രീസിലെ ഒളിമ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തുടങ്ങുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു കഥയുണ്ട്. അതായത് ഗ്രീക്കുകാരുടെ ദേവനാണ് സ്യൂസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ദൈവങ്ങളുടെ രാജാവ് എന്നാണ് ഗ്രീക്കുകാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടത്തുന്നത്. ആ ഒരു സമയത്ത് ഗ്രീസ് എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഇവർ തങ്ങൾക്കിടയിലെ എല്ലാ ആഭ്യന്തര കലാപങ്ങളും മറന്ന് യുദ്ധങ്ങളെല്ലാം നിർത്തിവെച്ച് ഒളിമ്പിക്സ് നടത്തുമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ ഒരേ ഒരു കായിക ഇനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റേഡ് എന്ന് പറയുന്ന ഒരു കായിക ഇനമായിരുന്നു. മാത്രമല്ല, സ്ത്രീകൾക്ക് ഇതിൽ പങ്കെടുക്കാനേ കഴിയുമായിരുന്നില്ല. പുരുഷന്മാർക്ക് നഗ്നമായിട്ട് മാത്രമേ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 708 BC ഒക്കെ ആയപ്പോഴേക്കാണ് മറ്റ് കായിക ഇനങ്ങൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് 400 മീറ്റർ റേസ് വന്നു. അതോടൊപ്പം തന്നെ ജാവലിൻ ത്രോ വന്നു, ഡിസ്കസ് ത്രോ വന്നു, ലോങ് ജമ്പ് വന്നു. അങ്ങനെ മറ്റ് കായിക ഇനങ്ങൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ കഴിയും തോറും ഒളിമ്പിക്സിന്റെ പ്രശസ്തി കൂടി 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 വന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ 383 AD ഒക്കെ ആയപ്പോഴേക്കും റോമൻകാര് ഗ്രീസ് കീഴ്പ്പെടുത്തുകയും ഒളിമ്പിക്സ് നിരോധിക്കുകയും ചെയ്തു. പിന്നീട് 1896-ലാണ് വീണ്ടും ഒളിമ്പിക്സ് പുനരാരംഭിച്ചത്. ഗ്രീസിലെ തന്നെ ഏതൻസിലാണ് ഒളിമ്പിക്സ് വീണ്ടും പുനരാരംഭിച്ചത്. പിന്നീട് ഓരോ 4 വർഷങ്ങൾ തോറും ഒളിമ്പിക്സ് നടത്തി വന്നു. അപ്പോൾ പിന്നീട് വന്ന ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സര ഇനങ്ങൾ ഉണ്ടാവുന്നത്. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന പലവിധ മത്സര ഇനങ്ങൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 200-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കായിക മാമാങ്കം ആയിട്ട് പരിണമിച്ചു കഴിഞ്ഞു. ഇതൊരു കായിക ഉത്സവം എന്നതിനപ്പുറം പല രാജ്യങ്ങളുടെ സംസ്കാരങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒപ്പം ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.